is the solution. So എങ്ങനെ ക്രിയേഷൻ വരണം? ക്രിയേഷൻ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐഡിയ വേണം. So my question is that എവിടെ നിന്നാണ് ഐഡിയ കിട്ടുക? Where do you get ideas? Where do you get concept? Where do you get hunches? Where do you get premonition? Where do you get ideas? എവിടെ നിന്നാണ് ഈ ഐഡിയ കിട്ടുക? ഐഡിയാസ് എവിടെ നിന്നാണ് വരിക? ഇഷ്യൂസ് എന്ന് വരും. പിന്നെ ഈ ഐഡിയാസ് വരുന്ന ഉറവിടം എവിടെ നിന്നാണെന്ന് ചോദിച്ചത്? Yes, you can. Exactly, it comes from the thoughts, then imaginations, from your creativity. And you, of course, when you closely observe other people. Yeah. Okay. There are lots of ways. Madam says that it comes from your thoughts, it comes from your creativity, it comes from your imaginations. Correct? Yeah. But there are 4 ways, four sources. Yes, exactly. Are you Yeah, it comes from your subconscious mind. Exactly. It comes from ഒരു source, it comes from your subconscious mind. ഒരു source എന്താണ്? It comes from your subconscious mind. Exactly. What about the other sources? Experience. Yeah, correct. Experience also, it is in your subconscious mind. നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ ഉള്ള നിങ്ങളുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഓക്കെ 4 സോഴ്സ് എന്നാണ് എൻ്റെ ടൈം ആയതുകൊണ്ട് 4 സോഴ്സ് ഞാൻ PPT വെക്കണമെന്ന് വിചാരിച്ചാണ്, അപ്പോൾ അതിന് സമയം കിട്ടില്ല. 4 സോഴ്സുകളാണുള്ളത്. ഒന്ന് നമ്മളുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ് ഐഡിയാസ് വരുന്നത്. സെക്കൻഡ് സോഴ്സ് എന്ന് പറഞ്ഞാൽ ഡിവൈൻ പവർ എന്നാണ് നമുക്ക് ഐഡിയാസ് വരുന്നത്. തേർഡ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകൾ കോൺഷ്യസ് ആയിട്ട് അവരുടെ തോട്ട്, ഇപ്പോൾ ഇങ്ങനത്തെ പ്രസൻറ്റേഷനിലാവാം, ഇതുപോലത്തെ മീറ്റപ്സിലൊക്കെ ആവാം, അവരുടെ ഐഡിയാസ് ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഐഡിയാസ് കിട്ടും അല്ലേ? അവരെന്തെങ്കിലും ഐഡിയാസ് പറയുമ്പോൾ നിങ്ങൾക്ക് ഐഡിയാസ് കിട്ടും. പിന്നെ മറ്റുള്ളവരുടെ ഉപബോധ മനസ്സുള്ള ഐഡിയാസും അതേ ഫ്രീക്വൻസി ലെവലിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. സോ ദർ ആർ 4 സോഴ്സസ്. വൺ സോഴ്സ് ഈസ് യുവർ സബ്കോൺഷ്യസ് മൈൻഡ്. സെക്കൻഡ് സോഴ്സ് ഈസ് അതേഴ്സ് സബ്കോൺഷ്യസ് മൈൻഡ്. തേർഡ് സോഴ്സ് ഈസ് അതേഴ്സ് കോൺഷ്യസ് തോട്ട്. ആൻഡ് ഫോർത്ത് സോഴ്സ് ഈസ് ദ മോസ്റ്റ് പവർഫുൾ സോഴ്സ്, ദാറ്റ് ഈസ് യുവർ ഡിവൈൻ പവർ. അതിൽ എറർ ഇല്ല. ബാക്കിയുള്ള 3 സോഴ്സിന്നും ഐഡിയാസിന്റെ എറർ ഉണ്ടാവും. അത് ചിലപ്പോൾ എന്താവും, ട്രയൽ ആൻഡ് എറർ ചെയ്യേണ്ടി വരും. But if you get ideas from your divine power, the infinite intelligence, that is absolutely, it comes from, അതായിരിക്കും ചിലപ്പോൾ $1 billion ഐഡിയാസ് വരുന്നത് അല്ലേ? an idea can change your life എന്നൊക്കെ പറഞ്ഞ ലൈഫ് ചേഞ്ച് ചെയ്യുന്ന, ബിസിനസ് ചേഞ്ച് ചെയ്യുന്ന ഐഡിയാസ് ഡിവൈൻ പവർന്നാവും വരുന്നത്. സോ മൈ ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് ഈ ഡിവൈൻ പവറിന് എങ്ങനെ ഐഡിയാസ് കിട്ടുക എന്നുള്ളതാണ്. ബിസിനസ് ഈസ് നത്തിങ് ബട്ട് ഐഡിയാസ്. It comes from 4 sources. But if you want to get the ideas from your divine power, how do you tap it? How do you get it? എങ്ങനെയാണ് അത് കിട്ടുക എന്നുള്ളതാണ്. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ there are 5 steps. The first one is actually you must have burning desire. നമുക്ക് തീവ്രമായ ജ്വലിക്കുന്ന ആഗ്രഹം ഉണ്ടാവണം എന്നുള്ളതാണ്. രണ്ടാമത് നമുക്ക് അതിൽ ഫെയ്ത്ത് ഉണ്ടാവണം എന്നുള്ളതാണ്. നമ്മളുടെ ആഗ്രഹത്തിൽ faith plus burning desire, it's a killer combination. If you have faith and if you have a burning desire, it's a killer combination. ഇത് രണ്ടും ഉണ്ടെങ്കിൽ, this is the second step to riches. ഇത് രണ്ടും ഉണ്ടെങ്കിൽ തേർഡ് സ്റ്റെപ്പ് ആണെന്ത്, നമ്മളത് എങ്ങനെയാണ് നമുക്ക് ഈ വിശ്വാസം ഉണ്ടാവുക. വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വാസം വേണമെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെ വിശ്വാസം ഉണ്ടാവണം? വിശ്വാസം ഉണ്ടെങ്കിൽ യു ഹാവ് ടു ഗിവ് ദ ഓട്ടോ സജഷൻസ് അല്ലെ? ഓട്ടോ സജഷൻസ് കൊടുക്കണം. ആൻഡ് ഇഫ് യു ആർ സ്പെഷ്യലൈസ്ഡ് any particular area, any particular craft, that is the 4th step to riches. If you are specialized, ഏതെങ്കിലും ഏരിയയിൽ നിങ്ങൾക്ക് സ്പെഷ്യലൈസ്ഡ് നോളജ് ഉണ്ടെങ്കിൽ, നോളജ് ഈസ് നോട്ട് പവർ. എവരിബഡി സേസ് ദാറ്റ് നോളജ് ഈസ് പവർ. ആക്ച്വലി നോളജ് ഈസ് നോട്ട് പവർ. നോളജിന് പ്രത്യേകിച്ച് ശക്തിയൊന്നുമില്ല. ബട്ട് ഇഫ് യു ആർ സ്പെഷ്യലൈസ്ഡ് ഓൺ എ പെർട്ടിക്കുലർ ഏരിയ, ഇറ്റ് ഹാസ് പവർ. ഇന്ന് ജനറൽ നോളജിന് പ്രത്യേകിച്ച് കാര്യമില്ല. ബിക്കോസ് ജനറൽ നോളജ് എവറിത്തിങ് ഈസ് യു വിൽ ഗെറ്റ് ഇൻ ഗൂഗിൾ ഓർ ചാറ്റ് ജി പി ടി നോളജ് or Google knowledge is not going to make you rich. If you want to be rich, you have to be specialized in a particular craft. That is the 4th step to riches. ഈ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, if you have a burning desire, if you have a faith, and if you are specialized in a particular area, of course your imagination will work out. അപ്പോഴാണ് ഇമാജിനേഷൻസ് വർക്ക് ചെയ്യുക. That is actually people make. അതാണ് ആളുകളെ ബില്യനെയർ ആക്കുന്നത്. അതാണ് ആളുകളെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ലോകത്തെ അത്ഭുതങ്ങൾ കൊണ്ടുവരുന്നതൊക്കെ എന്താണ്? ഇമാജിനേഷനാണ്. ആ ഇമാജിനേഷൻസ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? ഇറ്റ് കംസ് ഫ്രം ബേസിക്കലി ബേണിംഗ് ഡിസയർ. അതുകൊണ്ടാണ് മഹാഭൂരിപക്ഷം ആളുകളും 90% ആളുകളും മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്യുന്നത് വെച്ചാൽ ദേ ഡോണ്ട് ഹാവ് ബേണിംഗ് ഡിസയർ. അവർക്ക് ബേണിംഗ് ഡിസയർ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ 5 സ്റ്റെപ്സുകൾ ഉണ്ടാകുമ്പോൾ യു ഗെറ്റ് മൈൻഡ് സെറ്റ് മാസ്റ്ററി. വിച്ച് ആർ ദ 5 സ്റ്റെപ്സ്? The first one is actually burning desire. Second one is faith. Third one is, if you want to develop your faith,
you have to give auto suggestions. നമ്മൾ ഓട്ടോ സജഷൻ എല്ലാവരും പറയും വിശ്വസിക്കണം. എങ്ങനെ വിശ്വാസം ഉണ്ടാവാം? വിശ്വാസം ഉണ്ടാണെങ്കിൽ യു ഹാവ് ടു റിപ്പീറ്റഡ്ലി യു ഹാവ് ടു give auto suggestions, repeated affirmations to and orders to your subconscious mind. Again and again you get that confidence, you get that faith. അപ്പോഴാണ് നമുക്ക് വിശ്വാസം ഉണ്ടാവുക അല്ലെ? ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു അക്കോർഡിംഗ് ടു യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് അക്കോർഡിംഗ് ടു ഹാർവാർഡ് ബിസിനസ് സ്കൂളിന്റെ റിവ്യൂ അനുസരിച്ചിട്ട് ഇഫ് യു വാണ്ട് ടു ബി ജീനിയസ് ഇൻ എനി ഫീൽഡ്, ഇൻ എനി ക്രാഫ്റ്റ്, you have to invest at least 10,000 hours that in particular industry. ആ പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ ഒരു 10,000 മണിക്കൂറെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഏകദേശം 2 മണിക്കൂറും 64 മിനിറ്റ് നിങ്ങൾ ഡെയിലി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ടേക്സ് ഓൾമോസ്റ്റ് 10 years to be genius in a field. But if you invest maybe 10 hours every day, maybe you can be a genius within. But if അങ്ങനെ ജീനിയസ് ആവണമെങ്കിലും you have to get specialized in any particular area. That is the 4th step to riches. And the 5th step is actually imaginations. Yes. Okay, so my time is over. Thank you for your listening. Thank you very much.